ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും അല്ലേ. അപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ നമുക്ക് ഈ പൊറോട്ടയും ബീഫും പുറത്ത് പോയി റെസ്റ്റോറൻറ്റോ തട്ടടിയിൽ നിന്നൊക്കെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്സ് പറഞ്ഞുതരാം. നല്ല കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തുകൊണ്ട് മൺചട്ടിയിൽ നന്നായിട്ട് വേവിച്ചിട്ട് ബീഫ് കറി തയ്യാറാക്കി വെക്കുക. ചുമ്മാ കുക്കറിലിട്ട് 2-3 വിസിലടിച്ച് ഉണ്ടാക്കുന്ന കറിയേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറിക്ക്. ഇനി ചുട്ടെടുത്ത 3-4 ചൂടോട് കൂടിയ പൊറോട്ട എടുത്ത് ഒരു വാഴ ഇലക്കകത്ത് വെക്കുക. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയൊക്കെ ഒഴിച്ച് വീണ്ടും 1-2 പൊറോട്ട കൂടെ വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്യണം. ഇനി അത് കവർ ചെയ്ത് കെട്ടി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ 2-3 കെട്ടുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് പൊറോട്ട അധികമൊന്നും കഴിക്കാനാവില്ല. ഒരു 2-3 പൊറോട്ട കഴിക്കുമ്പോഴത്തേക്കും വയറ് ഫുള്ളാവും അല്ലേ. ഇതിപ്പോൾ ഒരു 6 പൊറോട്ട വെച്ചിട്ടാണ് ഒന്ന് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വാഴയുടെ തന്നെ ഞാര് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കെട്ടി അത് നമുക്കൊന്ന് പാനിലിട്ടിട്ട് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ നമുക്ക് പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊന്നും നല്ല അടിപൊളി ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഇന്ന് തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ബീഫ് കെട്ട് സംഭവം സിമ്പിളാണ്. ഇതുപോലെ പൊറോട്ടയും ബീഫ് കറി ഉണ്ടാക്കുക, അത് വാഴയില വെച്ചിട്ട് അതിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കെട്ടിയെടുത്ത ശേഷം അതൊന്ന് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ 2 സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഐസ് ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ദം ചിക്കൻ പൊറോട്ടയെക്കാളും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പൊതി പൊറോട്ട. മാത്രമല്ല ഇതിൽ ആ വാഴയില ചൂടായ കാരണത്താൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഈ പൊറോട്ടയും കറിയൊക്കെ കൂടെ നല്ലതുപോലെ ചൂടായി വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുമ്പോൾ 2-3 പൊറോട്ടയൊക്കെ കഴിക്കാനാവുള്ളൂ. പക്ഷേ ഈ ഒരു രീതിയിലാക്കുമ്പോഴത്തേനും എത്ര പൊറോട്ട കഴിച്ചെന്ന് പോലും അറിയില്ല. ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ പൊറോട്ട കഴിച്ചു പോകും. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടിയിരുന്ന് നിൽക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.